Hi friends, welcome to this video. നമ്മളിവിടെ നോക്കുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ ടെൻസിലെ പാസീവ് വോയിസ് സെന്റൻസുകൾ. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് വിൽ ബി ടോട്ട്. എന്താണ് ഇംഗ്ലീഷ് വിൽ ബി ടോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇംഗ്ലീഷ് എന്ന് കാണാം അല്ലേ, അത് സിംഗുലർ ആണ്. പിന്നെ വരുന്നത് വില്ലാണ്, പിന്നെ ബി, ലാസ്റ്റ് വരുന്നത് ടോട്ട്. ടോട്ട് എന്ന് പറയുമ്പോൾ ടീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, പഠിപ്പിക്കുക അല്ലേ. അപ്പോൾ ടീച്ച് എന്ന വെർബിൻ്റെ V3 ഫോം ആയിട്ടുള്ള ടോട്ടാണ് ഇവിടെ ലാസ്റ്റ് കാണിക്കുന്നത്. ഓക്കെ, ഈ സെൻറ്റൻസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലെ പാസീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇനി ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അത് എന്താണ്, അതിനെ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് വിൽ ബി ടോട്ട് എന്ന് പറയുമ്പോൾ ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ്, ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്നാണ്. ഓക്കെ, ഇംഗ്ലീഷ് പഠിപ്പിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കപ്പെടും എന്നാണ് പറയുന്നത്. നാളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും, അതെങ്ങനെ പറയും, ഇംഗ്ലീഷ് വിൽ ബി ടോട്ട് ടുമോറോ എന്ന് പറയും. അതായത് ഇംഗ്ലീഷ് വിൽ ബി ടോട്ട് ടുമോറോ എന്നാണ് നാളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്നുള്ള ആ സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ ഇവിടെ ആര് പഠിപ്പിക്കും എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ആരാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ ആരാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളതും കൂടി ഇവിടെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അവൻ നാളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും, അങ്ങനെയുള്ളൊരു സെൻറ്റൻസ് നമുക്ക് എടുക്കാം അല്ലേ. അവൻ നാളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും അല്ലെങ്കിൽ അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കും. അതെങ്ങനെ പറയും, ഹി വിൽ ടീച്ച് ഇംഗ്ലീഷ് എന്ന് പറയും. അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കും. അവൻ എന്നുള്ള ആ സബ്ജക്റ്റിലാണ് നമ്മൾ സെൻറ്റൻസ് തുടങ്ങിയത്. അത് ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ്. സിമ്പിൾ ഫ്യൂച്ചറിലുള്ള ആക്റ്റീവ് വോയിസ് സെൻറ്റൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ അവൻ എന്ന് തുടങ്ങുന്നത്. അതായത് ഹി എന്ന് തുടങ്ങുന്ന ആ സെൻറ്റൻസ്, ഹി വിൽ ടീച്ച് ഇംഗ്ലീഷ് എന്ന്. ഇനിയിപ്പോൾ നാളെ എന്നും കൂടി പറയണം. അതായത് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലുള്ള, ഭാവിയിലുള്ള ഒരു പ്രത്യേക സമയത്തെയാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ നാളെ എന്നും കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ അത് എങ്ങനെ പറയും, ആക്റ്റീവ് വോയിസിലാണെങ്കിൽ ഹി വിൽ ടീച്ച് ഇംഗ്ലീഷ് ടുമോറോ, അവൻ നാളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്നാണ്. എന്നാൽ ചില സമയത്ത് നമുക്ക് ഈ അവൻ അല്ലെങ്കിൽ അത് ആ ക്രിയ ചെയ്യുന്ന ആളെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യം വരാറില്ല. അത്തരം സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനെ പറ്റി പറയുന്ന സമയത്തൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്ന് മാത്രമേ പറയേണ്ടി വരുന്നുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ നാളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്ന് മാത്രമാണ് നമുക്ക് പറയേണ്ടതുള്ളൂ എങ്കിൽ നമ്മൾ എങ്ങനെ പറയണം, ഇംഗ്ലീഷ് വിൽ ബി ടോട്ട് ടുമോറോ എന്ന് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് പറയാം. സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്ന് പറയണം. അതെങ്ങനെ പറയും, ഇംഗ്ലീഷ് വിൽ ബി ടോട്ട്, ഇംഗ്ലീഷ് പഠിപ്പിക്കപ്പെടും എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ മലയാളം. പക്ഷേ സാധാരണ നമ്മൾ പറയുന്നത് എന്താണ്, ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്നുള്ളതാണ്. ആ ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വരുമ്പോൾ, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇംഗ്ലീഷ് പഠിപ്പിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം, ഇംഗ്ലീഷ് വിൽ ബി ടോട്ട് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ഇംഗ്ലീഷ് വിൽ ഹാവ് ബീൻ ടോട്ട്. എന്താണ് ഇവിടെ ഇതിൻ്റെ മീനിങ് എന്നുള്ളത് നോക്കാം. അതിനു മുമ്പായിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. പിന്നെ വില്ല് കഴിഞ്ഞ് വരുന്നത് എന്താണ്, ഹാവ് ആണ്. പിന്നീടോ ബീൻ, ലാസ്റ്റ് വരുന്നത് ടോട്ട്. ഓക്കെ, ടീച്ച് എന്ന വെർബിൻ്റെ V3 ഫോം ആയിട്ടുള്ള ടോട്ട്. ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലുള്ള പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ഇനി ഇംഗ്ലീഷ് വിൽ ഹാവ് ബീൻ ടോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ്, ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടാകും, ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ്. അഥവാ ഇംഗ്ലീഷ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും. നമുക്കറിയാം ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നേരെ മേലുള്ള സെൻറ്റൻസ് ഇംഗ്ലീഷ് വിൽ ബി ടോട്ട്, ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്നുള്ളതൊക്കെ പറയുമ്പോൾ, ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്തായാലും ഒരാളാണല്ലോ അത് ചെയ്യുക. ഇംഗ്ലീഷ് പഠിപ്പിക്കും, അതായത് ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരാളായിരിക്കും ചെയ്യുക അല്ലേ, ഒരു ഇംഗ്ലീഷ് ടീച്ചറായിരിക്കും ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടാകും എന്ന് പറയുമ്പോഴും ആ കാര്യം ചെയ്തിട്ടുണ്ടാകും. അതായത് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടാകും എന്നൊക്കെ നമ്മൾ പറയണം. വെൻ യു കം ഇംഗ്ലീഷ് വിൽ ഹാവ് ബീൻ ടോട്ട്, നിങ്ങൾ വരുമ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടാകും. ഭാവിയിലുള്ള ഒരു സമയത്ത് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് എന്നുകൂടി ഓർക്കുക. അപ്പോൾ ഒരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇവിടെ ഈ കാര്യം നമുക്ക് ഇവിടെ ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്നുള്ള, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ള ആ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ എടുക്കുമ്പോൾ എന്താണിത്, ഇംഗ്ലീഷ് വിൽ ഹാവ് ബീൻ ടോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് മീനിങ്, ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ്. സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും ഭാഗം മാത്രം എടുത്താൽ മതി, ഇംഗ്ലീഷ് വിൽ ഹാവ് ബീൻ ടോട്ട് എന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ്. ഇവിടെ ആര് പഠിപ്പിച്ചിട്ടുണ്ടാകും എന്ന് നമ്മൾ പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്തേ പറയേണ്ടുള്ളൂ, ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടാകും എന്ന് മാത്രം പറയണം. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും, ഇംഗ്ലീഷ് വിൽ ഹാവ് ബീൻ ടോട്ട് എന്നാണ് പറയേണ്ടത്.
ഓക്കെ, ഇതിൻ്റെ ശരിയായിട്ടുള്ള മലയാളം ഇംഗ്ലീഷ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ കാര്യത്തെ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഈ പറയുന്ന ഇതേ സെൻറ്റൻസിനെ നമ്മളെങ്ങനെ യൂസ് ചെയ്യുക? ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടാകും എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. അല്ലാതെ ഇംഗ്ലീഷ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നൊന്നും നമ്മൾ വ്യക്തമായിട്ട് പറയാറില്ല. എന്തേ പറയുള്ളൂ? ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ്. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം? ഇംഗ്ലീഷ് വിൽ ഹാവ് ബീൻ ടോട്ട് എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. ബട്ടർ വിൽ ബി മെയ്ഡ് ഫ്രം മിൽക്ക്. ബട്ടർ വിൽ ബി മെയ്ഡ് ഫ്രം മിൽക്ക്. ഇത് സിമ്പിൾ ഫ്യൂച്ചറിലുള്ള ഒരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇത് ബട്ടർ വിൽ ബി മെയ്ഡ് ഫ്രം മിൽക്ക് എന്ന് പറയുമ്പോൾ ബട്ടർ, പിന്നെ വില്ല്, പിന്നെ ബി വരുന്നു. അതിനുശേഷം വരുന്നത് എന്താണ്? മെയ്ക്ക് എന്ന വെർബിൻ്റെ, ഉണ്ടാക്കുക എന്ന മീനിങ് ഉള്ള മെയ്ക്ക് എന്ന വെർബിൻ്റെ V3 ഫോം ആയിട്ടുള്ള മെയ്ഡ് ആണ് കാണുന്നത്. അതിനുശേഷം ഫ്രം മിൽക്ക്, മിൽക്കിൽ നിന്ന് എന്നുള്ള മീനിങ്ങിന് വേണ്ടിയിട്ടാണ് ഫ്രം മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബട്ടർ വിൽ ബി മെയ്ഡ് ഫ്രം മിൽക്ക്. ബട്ടർ എന്ന് പറയുമ്പോൾ വെണ്ണ അല്ലേ? വിൽ ബി മെയ്ഡ്, ബട്ടർ വിൽ ബി മെയ്ഡ് എന്നുള്ള ആ പോർഷൻ്റെ മീനിങ് നോക്കാം. ബട്ടർ വിൽ ബി മെയ്ഡ്, ബട്ടർ ഉണ്ടാക്കും. എവിടുന്ന്? ഫ്രം മിൽക്ക്. ബട്ടർ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കും എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. ബട്ടർ വിൽ ബി മെയ്ഡ്, ബട്ടർ ഉണ്ടാക്കപ്പെടും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബട്ടർ ഉണ്ടാക്കപ്പെടും ഫ്രം മിൽക്ക്, പാലിൽ നിന്ന് അല്ലെങ്കിൽ മിൽക്കിൽ നിന്ന് ബട്ടർ ഉണ്ടാക്കപ്പെടും എന്നാണ് ഇതിൻ്റെ ഈ കാണുന്ന സെൻറ്റൻസിൻ്റെ മീനിങ്. പക്ഷേ ഇത് നമ്മൾ സാധാരണ ഇതെങ്ങനെയാണ് പറയുക? ബട്ടർ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കും എന്നുള്ളതാണ്. ബട്ടർ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളാണ് ഈ ബട്ടറിനെ മിൽക്കിൽ നിന്നുണ്ടാക്കുന്നത്. അപ്പോൾ ആ ആളെക്കുറിച്ച് നമുക്കിവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അയാളെ നമ്മളിവിടെ പറയാറില്ല. ഓക്കെ, അതായത് ആ സബ്ജക്റ്റിനെ നമ്മളിവിടെ പറയുന്നില്ല. പകരം എന്തേ വേണ്ടുള്ളൂ? എന്താണ് ഉണ്ടാക്കുന്നത്, എന്താണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഇവിടെ എന്താണ് ഉണ്ടാക്കും എന്ന് പറയുന്നത്? ബട്ടർ അല്ലേ? ബട്ടർ വിൽ ബി മെയ്ഡ്, ബട്ടർ ഉണ്ടാക്കപ്പെടും അല്ലെങ്കിൽ ബട്ടർ ഉണ്ടാക്കും ഫ്രം മിൽക്ക്, മിൽക്കിൽ നിന്ന്. ബട്ടർ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കും എന്നുള്ളത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ബട്ടർ വിൽ ബി മെയ്ഡ് ഫ്രം മിൽക്ക് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഇവിടെ ബട്ടറിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബട്ടർ എന്ന് പറയുന്ന ആ ഒബ്ജക്റ്റ് അതിൽ നിന്ന് നമ്മുടെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ബട്ടർ വിൽ ഹാവ് ബീൻ മെയ്ഡ് ഫ്രം മിൽക്ക്. എന്താണ് ഇതിൻ്റെ മീനിങ്? ബട്ടർ വിൽ ഹാവ് ബീൻ മെയ്ഡ് ഫ്രം മിൽക്ക്. ബട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടാകും ഫ്രം മിൽക്ക്. ബട്ടർ വിൽ ഹാവ് ബീൻ മെയ്ഡ് എന്ന് പറയുമ്പോൾ ബട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ബട്ടർ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടാകും. ആരാലോ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടാകും. ഫ്രം മിൽക്ക്, പാലിൽ നിന്ന്. ഓക്കെ, മിൽക്കിൽ നിന്ന്. ബട്ടർ വിൽ ഹാവ് ബീൻ മെയ്ഡ് ഫ്രം മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിൽക്കിൽ നിന്ന് ബട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ബട്ടറിൽ നിന്ന് മിൽക്കിൽ നിന്ന് ബട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്ന് നമ്മളെങ്ങനെ പറയും? ബട്ടർ വിൽ ഹാവ് ബീൻ മെയ്ഡ് ഫ്രം മിൽക്ക് എന്നാണ് പറയേണ്ടത്. ഓക്കെ, അടുത്ത സെൻറ്റൻസിലേക്ക് നോക്കാം. റൂംസ് വിൽ ബി ക്ലീൻഡ്. റൂംസ് വിൽ ബി ക്ലീൻഡ്. ഇതെങ്ങനെ പറയും? റൂംസ് വിൽ ബി ക്ലീൻഡ്. ഇതൊരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ള പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. റൂംസ് വിൽ ബി ക്ലീൻഡ്. ഇവിടെ റൂംസ് എന്നാണ് കാണുന്നത് അല്ലേ? അതായത് റൂം എന്നല്ല, റൂംസ് എന്നാണ്. ഇപ്പോൾ റൂം എന്നാണെങ്കിലും റൂംസ് എന്നാണെങ്കിലും അതിനുശേഷം വരുന്നത് എന്തായിരിക്കും? വില്ല് തന്നെയാണ്. വില്ലും പിന്നെ ബിയും ആയിരിക്കും. വില്ലും ബിയും ആയിരിക്കും അല്ലേ? വിൽ ബി ആയിരിക്കും വരിക. ഇവിടെ റൂംസ് എന്നാണുള്ളത്. അപ്പോൾ റൂംസ് കഴിഞ്ഞിട്ട് വിൽ ബി എന്ന് കാണാം. അത് കഴിഞ്ഞാൽ വരുന്നത് എന്താണ്? ക്ലീൻ, അതായത് വൃത്തിയാക്കുക എന്ന മീനിങ് ഉള്ള ക്ലീൻ എന്ന വെർബിൻ്റെ V3 ഫോം ആയിട്ടുള്ള ക്ലീൻഡ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ റൂംസ് വിൽ ബി ക്ലീൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? റൂമുകൾ വൃത്തിയാക്കും എന്നുള്ളതാണ്. ഓക്കെ, റൂമുകൾ വൃത്തിയാക്കും. റൂംസ് വിൽ ബി ക്ലീൻഡ് ടുമോറോ. റൂമുകൾ നാളെ വൃത്തിയാക്കും എന്നാണ് ഇതിൻ്റെ മീനിങ്. ആര് വൃത്തിയാക്കും എന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ പറയണമെങ്കിൽ ഒരു സെർവൻറ്റ് വൃത്തിയാക്കും എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ സെർവൻറ്റ് എന്നുള്ള ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ തുടങ്ങണം. ദ സെർവൻറ്റ് വിൽ ക്ലീൻ ദ റൂം ടുമോറോ. ക്ലീൻ ദ റൂംസ് ടുമോറോ. ദ സെർവൻറ്റ് വിൽ ക്ലീൻ ദ റൂംസ് ടുമോറോ എന്ന് പറയേണ്ടി വരും. അതായത് സെർവൻറ്റ് നാളെ റൂമുകൾ ക്ലീൻ ചെയ്യും എന്നുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ. പക്ഷേ നമ്മളിവിടെ ആ റൂം വൃത്തിയാക്കുന്ന ആളെക്കുറിച്ച് നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. പകരം എന്ത് മാത്രമേ വേണ്ടുള്ളൂ? നാളെ എന്ത് ചെയ്യും എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ പറയുന്നതുള്ളൂ എങ്കിൽ നമുക്ക് ഇവിടെ നാളെ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. അതെന്താണ്? റൂമുകൾ വൃത്തിയാക്കും എന്നുള്ളത്. ആരും വൃത്തിയാക്കിക്കോട്ടെ, പക്ഷേ എന്ത് ചെയ്യും എന്നുള്ളതാണ്?
റൂമുകൾ വൃത്തിയാക്കും എന്നുള്ളതാണ് നമുക്ക് അവിടെ പറയേണ്ടുള്ളൂ. അപ്പോൾ റൂംസ് വിൽ ബി ക്ലീൻഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ നാളെ എന്നുള്ള സമയം കൂടിയും നമുക്ക് മെൻഷൻ ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ടുമോറോ എന്ന് കൂടി കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും നെക്സ്റ്റ് വീക്ക് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഫ്യൂച്ചറിലെ ഒരു ടൈം ഇവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ റൂംസ് വിൽ ബി ക്ലീൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂമുകൾ ക്ലീൻ ചെയ്യും എന്നുള്ളതാണ്. അല്ലെങ്കിൽ റൂമുകൾ ക്ലീൻ ചെയ്യപ്പെടും. ആരാലോ റൂമുകൾ ക്ലീൻ ചെയ്യപ്പെടും എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ റൂമുകൾ ക്ലീൻ ചെയ്യും എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? റൂംസ് വിൽ ബി ക്ലീൻഡ്. ഇനി റൂം ക്ലീൻ ചെയ്യും എന്നാണെങ്കിലോ ഒറ്റ റൂമേ ഉള്ളൂ, അങ്ങനെയാണെങ്കിലോ റൂം വിൽ ബി ക്ലീൻഡ് എന്നും പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. റൂംസ് വിൽ ഹാവ് ബീൻ ക്ലീൻഡ്. റൂംസ് വിൽ ഹാവ് ബീൻ ക്ലീൻഡ്. ഇവിടെ റൂംസ് എന്ന് വന്നു കഴിഞ്ഞാലും റൂം എന്ന് വന്നു കഴിഞ്ഞാലും വില്ല് ഹാവ് ബീൻ തന്നെയാണ് അതിനുശേഷം വരിക. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലുള്ള പാസീവ് വോയിസ് സെൻറ്റൻസിൻ്റെ കാര്യമാണ്. അതായത് ഈ രണ്ടാമത്തെ സെൻറ്റൻസ് റൂംസ് വിൽ ഹാവ് ബീൻ പിന്നെ ക്ലീൻഡ്, അതായത് ക്ലീൻ എന്ന വെർബിൻ്റെ V3 ഫോം തന്നെ. അപ്പോൾ റൂംസ് വിൽ ഹാവ് ബീൻ ക്ലീൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? റൂമുകൾ വൃത്തിയാക്കിയിട്ടുണ്ടാകും എന്നാണ്. റൂമുകൾ വൃത്തിയാക്കിയിട്ടുണ്ടാകും. വെൻ യു കം, നീ വരുമ്പോൾ റൂമുകൾ വൃത്തിയാക്കിയിട്ടുണ്ടാകും. റൂംസ് വിൽ ഹാവ് ബീൻ ക്ലീൻഡ് വെൻ യു കം എന്നൊക്കെ നമുക്ക് പറയാം. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ റൂംസ് വിൽ ഹാവ് ബീൻ ക്ലീൻഡ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ മീനിങ് മാത്രം നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. അപ്പോൾ റൂംസ് വിൽ ഹാവ് ബീൻ ക്ലീൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? റൂമുകൾ വൃത്തിയാക്കിയിട്ടുണ്ടാകും എന്നാണ്. അതായത് റൂമുകൾ വൃത്തിയാക്കപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ മീനിങ്. പക്ഷേ നമ്മൾ ഈ കാര്യത്തെ നമ്മൾ സാധാരണ നമ്മുടെ ലൈഫിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളിത് എങ്ങനെ പറയുക? റൂമുകൾ വൃത്തിയാക്കിയിട്ടുണ്ടാകും എന്നാണ് പറയുക. ആ ഒരു ഫോമിലാണ് പറയുക. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? റൂംസ് വിൽ ഹാവ് ബീൻ ക്ലീൻഡ് എന്ന് പറയും. ആര് വൃത്തിയാക്കിയിട്ടുണ്ടാകും എന്നുള്ളതിന് നമുക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ആര് എന്നുള്ളത്, ആ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്ന ആ പ്രവൃത്തി ചെയ്യുന്ന ആളാരോ എന്നുള്ളത് നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമുക്ക് ആവശ്യം വരാറില്ലല്ലോ അത്തരം അത് ആ ക്രിയ ചെയ്യുന്ന ആളെക്കുറിച്ച് പറയേണ്ട ആവശ്യം വരാറില്ല. എന്ത് ചെയ്തിട്ടുണ്ടാകും എന്നാണ് നമുക്ക് പറയേണ്ടുള്ളൂ എങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും അങ്ങനെയാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ. ഇപ്പോൾ ഇവിടെ റൂമുകൾ വൃത്തിയാക്കിയിട്ടുണ്ടാകും എന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ റൂമുകൾ വൃത്തിയാക്കിയിട്ടുണ്ടാകും എന്ന് മാത്രമാണ് പറയേണ്ടി വരുന്നുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാതാ മതി? റൂംസ് വിൽ ഹാവ് ബീൻ ക്ലീൻഡ് എന്ന് മാത്രം പറയുക. ഓക്കെ, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. Okay, so thanks for watching. If you like this, please subscribe. I will catch you in the next video. Till then, keep learning, stay happy and take care, my dear guys.